ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്ത്. പതറിപ്പോയത് സഹോദരൻ അഫ്സാനെ കൊന്നതോടെ. കൊലപാതകങ്ങളെക്കുറിച്ച് അഫ്സാനോടും പറഞ്ഞിരുന്നു. പേടിച്ചിറങ്ങിയോടി അഫ്സാനെ ചുറ്റിക കൊണ്ടടിച്ചു വീഴ്ത്തിയെന്നും മൊഴി വരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് നമുക്കൊപ്പം ചേർന്നത്. അഞ്ജു, നേരത്തെ തന്നെ ഇയാളുടെ മൊഴി വന്നപ്പോൾ പെൺസുഹൃത്ത് ഫർസാനയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഫർസാനയെ കൊന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മറ്റ് സ്ഫോടനാത്മകമായ മൊഴികൾ കൂടി വരുന്നു. വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ കൂട്ടക്കൊലയെക്കുറിച്ച് രണ്ടുപേരോട് മാത്രമേ ഈ പ്രതി തുറന്നു പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് സുഹൃത്തിനോടും മറ്റൊന്ന് സഹോദരനോടുമാണ്. സഹോദരനെ കൊല്ലുന്ന സമയത്താണ് താൻ പതറിപ്പോയതെന്നാണ് പോലീസിനോട് മൊഴിയായിട്ട് ഈ പ്രതി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് 4 പേരെ കൊല ചെയ്തത് സ്വബോധത്തോടു കൂടിയാണ് മനസ്സിലാക്കുക. പക്ഷേ ഈ കൊലയ്ക്ക് ശേഷം പിന്നീട് ബാറിൽ പോയി മദ്യം ഉൾപ്പെടെ കഴിച്ചതിന് ശേഷമാണ് ഈ സുഹൃത്തായിട്ടുള്ള ഫർസാനെയും ഒപ്പം സഹോദരനെയും ഈ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയതും ഈ 2 പേരെയും ആണ്. അപ്പോൾ ആ കൊലയ്ക്ക് മുമ്പ് താൻ പതറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ സഹോദരനെ അടിച്ച് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് താൻ പതറിയിട്ടുണ്ടായിരുന്നു, തനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പ്രതി തുറന്നു പറയുകയാണ് പോലീസിനോട്. ഒപ്പം തന്നെ പേടിച്ച് ഈ കൊലപാതകത്തെക്കുറിച്ച് ഈ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം സഹോദരനോട്. ഇത് കേട്ട് പേടിച്ച് വിറച്ച് വീടിന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചിട്ടുള്ള സഹോദരനെയാണ് ഹാളിലേക്ക്, അതായത് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഹാളിൽ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിനു മുമ്പ് ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് താൻ മദ്യം കഴിച്ചത് എന്നും പ്രതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി, അതായത് കടബാധ്യതയാണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നാണ് പറയുന്നത്. അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇതാണ്. ഇവർ, അതായത് ഷെമി, ഈ പ്രതിയുടെ ഉമ്മ ഷെമിയുടെ ചിട്ടി ഇടപാടും ഒപ്പം തന്നെ അഫാന്റെ ആഡംബര ജീവിതം അടക്കം ഈ കടബാധ്യതയുടെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് പുറത്തുവിടുന്നത് വിവരം. ഒപ്പം തന്നെ ഈ ലത്തീഫിന്റെ ഭാര്യയുമായിട്ട് ഉൾപ്പെടെ ഇവർക്ക് കുടുംബാംഗങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ട് ചിട്ടി ഇടപാടുണ്ടായിരുന്നു. അതിൽ ചില തുക ഈ ഷെമി ഈ ലത്തീഫിന്റെ ഭാര്യ സാജിദയ്ക്ക് നൽകാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് നൽകാത്തതിനെ തുടർന്ന് ലത്തീഫ് നിരന്തരം ഈ പ്രതിയുടെ ഉമ്മയെ നിരന്തരം വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനെ ചൊല്ലി തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ ആഫാൻ മോശമായി ലത്തീഫിനോട് പലതവണ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് 14ഓളം പേരിൽ നിന്ന് 65 ലക്ഷം രൂപ കടം വാങ്ങുന്നത് ഉൾപ്പെടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ചിട്ടി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഈ കടം വാങ്ങിയത് ഉൾപ്പെടെ ഈ മാതാവിന്റെ ചികിത്സയ്ക്ക് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ആഡംബര ജീവിതങ്ങൾ നയിക്കുന്നതിനുൾപ്പെടെയുള്ള കടം വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങൾ തർക്കമുണ്ടായിട്ടുണ്ടായിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ പലതവണ പണത്തെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട് എന്ന കാര്യവും കൂടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതി അഫാന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. നമ്മൾ ഈ ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു വെഞ്ഞാറമൂട്ടെ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട്. ഒരാൾ ഒരു വീട്ടിലെ തൻ്റെ ഉറ്റവരെയൊന്നും ഒരറപ്പുമില്ലാതെ, ഒരു തരത്തിലൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഈ അടിച്ചു കൊല്ലുക, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കുളിച്ച് റെഡിയായി പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക. അതിന് പിന്നാലെ ഇയാൾ പുറത്തു പറയുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മളെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മനോനിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഇനിയും വരാത്തത്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.